ഒന്ന് നിങ്ങൾ ഐഫോൺ വാങ്ങുമ്പോൾ ഇത് ഒറിജിനൽ ആണോ, ഇനി യൂസ്ഡ് ഐഫോൺ ആണെങ്കിൽ അതിന്റെ ഫേസ് ഐ ഡി വർക്ക് ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ ഈ ഐഫോണിന് വാറണ്ടി ഉണ്ടോ, ഏതൊക്കെ പാർട്സ് ഇതിന് ചേഞ്ച് ആക്കിയിട്ടുണ്ടെന്നുള്ളത്, വീഡിയോയിൽ ഓപ്പൺ ആവുന്നുണ്ടോ, അതല്ലെങ്കിൽ സാധാ വീഡിയോയിൽ ഓപ്പൺ ആവുന്നുണ്ടോ, പിന്നെ ക്യാമറയിൽ ഡോട്ട് ഉണ്ടോ. ഹായ്, ഒരു പുതിയ ഐഫോണോ യൂസ്ഡോ വാങ്ങുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണും. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരു ഐഫോൺ വാങ്ങിച്ചിട്ട് അത്രയും പൈസയും ചിലവാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ വാങ്ങുന്നുണ്ടാവുക. എന്നിട്ട് നമ്മൾ ചതിയിൽ പെടുക എന്ന് ആലോചിക്കുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണും. ഒന്ന്, നിങ്ങൾ ഐഫോൺ വാങ്ങുമ്പോൾ ഇത് ഒറിജിനൽ ആണോ, അതല്ലെങ്കിൽ ഈ ഐഫോണിന് വാറണ്ടി ഉണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞു. ഇതിനായി നിങ്ങളുടെ ഐഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ ജനറലിൽ പോയി കഴിഞ്ഞാൽ എബോട്ട് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ കവറേജ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, ഇത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ആപ്പിളിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് കാണാം. അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിന്റെ സീരിയൽ നമ്പർ ഉണ്ടല്ലോ, അതിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപക്ഷെ ചിലരുടെ ഫോണിൽ ഈ ഒരു ലിങ്ക് ആയിരിക്കില്ല, അതിന് പകരം ആപ്പിളിന്റെ സപ്പോർട്ടിന്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിന്റെ സീരിയൽ നമ്പർ ഈ ചെക്ക് കവറേജ് എന്ന ഓപ്ഷനിൽ എൻ്റർ ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഫോൺ ഒറിജിനൽ ആണോ, അതല്ലെങ്കിൽ ഇതിന് വാറണ്ടി ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഒരു യൂസ്ഡ് മൊബൈൽ നിങ്ങൾ വാങ്ങുമ്പോൾ ഇത് ഓപ്പൺ ചെയ്തതാണോ റിപ്പയർ ചെയ്തതാണോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതിന് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരാം. എന്നാൽ ഇത് തന്നെ ഒരു എക്സ്പേർട്ട് ആണ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം റീഫിക്സ് ചെയ്തതെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഇത് ഓപ്പൺ ചെയ്ത് റിപ്പയർ ചെയ്താണോ എന്നൊന്നും. എന്നാലും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ആ ഡീറ്റെയിൽസ് കൂടി പറഞ്ഞുതരാം. അതിന് നിങ്ങളൊരു ബ്ലേഡോ അതല്ലെങ്കിൽ ഇതേപോലൊരു ഷീറ്റോ പ്ലാസ്റ്റിക് ഷീറ്റോ എടുത്തിട്ട് ഐഫോണിന്റെ സ്ക്രീനിന്റെ ചുറ്റും ഒന്ന് ഇങ്ങനെ ഇട്ട് നോക്കിയാൽ മതി. ഈ ഷീറ്റ് നിങ്ങളുടെ ഫോണിന്റെ ഡിസ്പ്ലേന്റെയും ഫ്രെയിമിന്റെയും ഇടയിലൂടെ കൂടുതൽ അകത്തേക്ക് പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഫോൺ ഒരുപാട് ഓപ്പൺ ചെയ്ത ഡിവൈസ് ആണ് എന്ന്. ഇങ്ങനെ നിങ്ങൾ ഷീറ്റ് ഇടുമ്പോൾ നിങ്ങളുടെ ഫോണിന്റെ ഡിസ്പ്ലേ ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലെ ഫ്രെയിമും ഡിസ്പ്ലേയും തമ്മിലുള്ള ആ ഗ്യാപ്പില്ലേ, ലെഫ്റ്റ് സൈഡിലോ അതിലും റൈറ്റ് സൈഡിലോ, ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇൻ കേസ് താഴെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ, അതും ഒരു റീഫർബിഷ് മൊബൈലും കൂടി കാണുകയെങ്കിൽ ഏതായാലും പെട്ടു, അത് യൂസ് തന്നെയാണ് ചെയ്യണ്ടേ. അതിന് പകരം നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് റീഫർബിഷ് മൊബൈൽ ആണെങ്കിൽ താഴെ നിങ്ങൾ ഈ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നേരിട്ട് ഡിസ്പ്ലേയിലേക്ക് പോകും, അല്ലെങ്കിൽ ഫ്രെയിമിന്റെ ഉള്ളിലായിട്ടുള്ള ഈ സെൻസറിന്റെ സ്ട്രിപ്പ് ഉണ്ട് അതിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേ ഡാമേജ് ആയി പോകും. അപ്പോൾ നിങ്ങളുടെ ഫോണിന്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ മാത്രമായിട്ട് ഈ ഷീറ്റ് ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്പ്ലേ ഡാമേജ് ആയി പോകും. ഒരു ബ്രാൻഡ് ന്യൂ ഫോൺ ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഗ്യാപ്പ് വരില്ല. അതൊരു വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കുന്ന ഡിവൈസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിലൊരു ഗ്യാപ്പ് വരാനുള്ള ചാൻസേ ഇല്ല. എന്നാൽ യൂസ്ഡ് മൊബൈൽ ആണെങ്കിൽ അത് റിപ്പയർ ചെയ്തതാണ് എങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ചാൻസ് ഉള്ളൂ. ഇനി യൂസ്ഡ് ഐഫോൺ ആണെങ്കിൽ അതിന്റെ ഫേസ് ഐ ഡി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് സെറ്റിംഗ്സിൽ ഫേസ് ഐ ഡി എന്ന ഓപ്ഷൻ കാണാം, അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നൊന്നുള്ളത്, ഐഫോണിന്റെ മുകൾ ഭാഗത്ത് നിന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബ്രൈറ്റ്നസ് എന്നൊരു ഓപ്ഷൻ കാണാം. ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൂ ടോൺ എന്നൊരു ഓപ്ഷൻ കാണാം. അത് അവൈലബിൾ ആണ് എങ്കിൽ അത് ഓക്കെയാണ്. ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ട്രൂ ടോൺ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഇനി ഡിസ്പ്ലേ ചേഞ്ച് ചെയ്താണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ പാർട്സ് ഇതിന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് എന്നുള്ളത്. അടുത്തത് ബാറ്ററി ഹെൽത്ത് നോക്കിയിട്ട് വേണം ഡിവൈസ് വാങ്ങാൻ വേണ്ടി. 90% എബോവ് ഉള്ള ഡിവൈസ് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഇനി താഴെയുള്ളതാണെങ്കിലും നോ ഇഷ്യൂ. 80% താഴെയുള്ളതാണെങ്കിൽ സർവീസ് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. ഇറ്റ് മീൻസ് ഇതിന്റെ ബാറ്ററി ചേഞ്ച് ചെയ്യണമെന്നാണ് അവിടെ ആപ്പിൾ തന്നെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഡിവൈസ് എടുക്കാതിരിക്കുക. 80% എബോവ് ഉള്ള ഡിവൈസ് ആണ് എങ്കിൽ തന്നെ ബെറ്റർ ആണ്. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ സൗണ്ടിന്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീക്കറും റിംഗറും ചെക്ക് ചെയ്യാൻ പറ്റും. അത് സൗണ്ട് കൂട്ടി കഴിഞ്ഞാൽ താഴെ റിംഗറിന്റെ സൗണ്ട് നിങ്ങൾ കേൾക്കാം, സ്പീക്കറിന്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ സ്പീക്കറിന്റെ സൗണ്ട് നിങ്ങൾ കേൾക്കാം. കൂടാതെ നിങ്ങൾക്ക് അടുത്തതായി ചെക്ക് ചെയ്യേണ്ടത് ക്യാമറയാണ്. ക്യാമറയിൽ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. അതിൽ പോർട്രേറ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യാനുണ്ട്, സിനിമാറ്റിക് 1x 0.5x 2x ഇങ്ങനെ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻ ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ക്യാമറയിൽ തന്നെ സിനിമാറ്റിക്കലി വീഡിയോയിൽ ഓപ്പൺ ആവുന്നുണ്ടോ, അതല്ലെങ്കിൽ സാധാ വീഡിയോയിൽ ഓപ്പൺ ആവുന്നുണ്ടോ, അങ്ങനെ ക്യാമറയിൽ ഡോട്ട് ഉണ്ടോ, ചെറിയ ഡോട്ടായിട്ടൊക്കെ പോയിന്റ് ആയിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം ക്യാമറയിൽ കാണുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു യൂസ്ഡ് ഫോൺ നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കൂടാതെ നിങ്ങൾ വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഒരു 15 days എങ്കിലും ചെക്കിംഗ് വാറണ്ടി നിങ്ങൾ ചോദിച്ച് വാങ്ങണം. ഇതിന് കാരണം നമ്മളൊരു ഫോൺ വാങ്ങാൻ പോകുമ്പോൾ ഒരു ലിമിറ്റഡ് ടൈം മാത്രമേ നമുക്ക് അവിടെ കിട്ടുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതിൽ പരിമിതിയുണ്ട്. എന്നാൽ ഈ 15 ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഐഫോൺ നിങ്ങൾ റിപ്പയർ ചെയ്ത പീസാണ് വാങ്ങിയതെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും. ഐഫോൺ അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ല. ഒരു വട്ടം റിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ കംപ്ലൈൻറ്റ് വരുന്ന ഒരു ഡിവൈസ് അല്ല ഐഫോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അതിൽ നിങ്ങൾ ബാറ്ററി ബൂസ്റ്റ് ചെയ്ത ഡിവൈസ് ചിലപ്പം കിട്ടും, ഡിസ്പ്ലേ മാറ്റി ഡിവൈസ് കിട്ടും, ഡിസ്പ്ലേ ഗ്ലാസ് ചേഞ്ച് ചെയ്ത ഡിവൈസ് ചിലപ്പം കിട്ടും. അങ്ങനെ റിപ്പയർ ചെയ്ത ഡിവൈസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ലോങ് ലൈഫ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് വാങ്ങുമ്പോൾ ബാറ്ററി ബൂസ്റ്റ് ചെയ്തത് 80% താഴെ ബാറ്ററി ഉള്ളതാണ് ബൂസ്റ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഈ 15 ദിവസം കൊണ്ട് കഴിയും. അതേപോലെ അങ്ങനത്തെ എന്തെങ്കിലും പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ 15 ദിവസം കൊണ്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു യൂസ്ഡ് ഐഫോൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊരു ഫോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കൊണ്ടുപോകണം നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ യൂസ്ഫുൾ വീഡിയോസിന് ഇത് മറക്കാതിരിക്കുക.